നമസ്തേ ബച്ചോ, ഏവർക്കും ധീരജ് ഹിന്ദി കക്ഷയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ശിഷ്ടാചാർ എന്ന പാഠമാണ്. ശിഷ്ടാചാർ എന്ന് പറഞ്ഞാൽ ഗുഡ് ബിഹേവിയർ, നല്ല പെരുമാറ്റം, മറ്റുള്ളവരോട് മുതിർന്നവരോട് എങ്ങനെ നന്നായി പെരുമാറണം എന്നുള്ളതാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. അപ്പോൾ ഈ പാഠം നമുക്കൊന്ന് നോക്കാം. दो लड़के आपस में लड़ते हुए एक दूसरे को अपशब्द कह रहे थे. രണ്ട് കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് ഒരാൾ മറ്റൊരാളെ ഒരാൾ മറ്റൊരാളെ അപശബ്ദ കഹ് രഹേ थे. അപശബ്ദ മീൻസ് ബാഡ് വേർഡ്സ് പറയുകയായിരുന്നു. एक വ്യക്തി ഉധർ സേ ജാത്താ ഹുവാ ഉന്നേം സമച്ചാനെ ലഗത്താത. ഒരു വ്യക്തി ഉധർ സേ ജാത്താ ഹുവ, അതുവഴി നടന്നു പോവുകയായിരുന്ന ഒരു വ്യക്തി ഉന്നേ സമച്ചാന ലഗത്താത, ഇവരെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു, ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് ശ്രമിച്ചു. इस पर वे लटके उसे भी कठोर और अशिष्ट बातें कहने लगे. പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ആ കുട്ടികൾ അദ്ദേഹത്തിന് നേർക്ക് തിരിഞ്ഞ് അദ്ദേഹത്തെ കഠോർ അവർ അപശബ്ദ ബാത്തേം കഹ്നെ ലഗെ, വളരെ തീഷ്ണമായ അതുപോലെയുള്ള ബാഡ് വേർഡ്സ് പറയാനായിട്ട് തുടങ്ങി. യഹ് സബ് ഏക് മാം ഓർ ബേട്ട ദൂർ ഖടേ ദേഖ് രഹേ थे. ഇതെല്ലാം ദൂരെ മാറി നിന്ന് ഒരു അമ്മയും മകനും കാണുന്നുണ്ടായിരുന്നു. അയ്യേ ഉൻക വാർത്താലാപ് പഠ്തേഹി. നോക്കാം, വരൂ നമുക്ക് ഈ പാഠഭാഗം നോക്കാം. ആ അമ്മയും മകനും കൂടി എന്താണ് പറയുന്നത്, ദൂരെ നിന്നും വീക്ഷിച്ചു കൊണ്ടിരുന്ന അവർക്ക് എന്താണ് അവിടെ മനസ്സിലായത്. അപ്പം അമ്മയുടെയും മകൻ്റെയും, മാമയുടെ പേര് പറഞ്ഞിട്ടില്ല, മകൻ്റെ പേര് വിനയ് എന്നാണ്. വിനയ് അമ്മയോട് ചോദിക്കുകയാണ്, മാം ഏ ലഡ്കെ കിസ് പ്രകാർ ബാത് കർ രഹേ थे, ഇസെ ബോൾന ക്യാ അച്ഛാ ലഗ്താ ഹേ. മാം ഏ ലഡ്കെ, ഈ കുട്ടികൾ കിസ് പ്രകാർ ബാത് കർ രഹേ ഹേ, എന്ത് സംസാരമാണ് പറയുന്നത്, എന്താണ് ഇവർ ഈ സംസാരിക്കുന്നത്. ഏസെ ബോൾന, ഇങ്ങനെ പറയുന്നത്, ക്യാ അച്ഛാ ലഗ്താ ഹേ, നല്ലതാണോ. മാം, അമ്മ പറയാണ്, നഹി ബേട്ട ഏസെ കാഫി നഹി ബോൾന ചാഹി. ഇല്ല മോനെ, അത് ഒരിക്കലും ഇങ്ങനെ പറയരുത്. ജോ ബച്ച ഐസെ ബോൾത്താ ഹേ, ഏത് കുട്ടികളാണോ ഇങ്ങനെ പറയുന്നത്, ഉസെ സബ് തിരസ്കാർ കി നസർ സെ ദേഖ്തേ ഹേ, അവനെ എല്ലാവരും തിരസ്കാർ, അവജ്ഞയോടെ, അവനെ വളരെ അവജ്ഞയോടുകൂടിയായിരിക്കും മറ്റുള്ളവർ നോക്കുന്നത്. വിനയ്, അപ്പോൾ അമ്മയോട് വിനയ് വീണ്ടും ചോദിക്കുകയാണ്, ഹമീം ബാത്ചീത് മീ കിൻ കിൻ ബാത്തോം കാ ധ്യാൻ രഖ്നാ ചാഹി. അമ്മ, നമ്മൾ സംസാരിക്കുമ്പോൾ ബാത്ചീത്, കോൺവെർസേഷൻ, കിൻ കിൻ ബാത്തോം കാ ധ്യാൻ രഖ്നാ ചാഹി, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, മാം പറയാണ്, ബേട്ടാ ആപ്പസ് മേ തഥാ ബെഡോം കി സാത്ത് ബാത് തഥാ വ്യവഹാർ കർനെ കി കുച്ച് നിയം ഹമാരെ സമാജ് മേ ബനായെ ഗയേ ഹേ. മോനെ, ആപ്പസ് മേ തമ്മിൽ, തഥാ ബെഡോങ്കെ സാത്ത് അല്ലെങ്കിൽ മുതിർന്നവരോട് കൂടെ, ബാത്ത് തഥാ വ്യവഹാർ കർണേക്ക് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പെരുമാറും, വ്യവഹാർ പെരുമാറ്റം, കുച്ച് നിയമ ഹമാരെ സമാജമേ ബനായ ഗേഹെ, അങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ച് നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ബനായ ഗേഹെ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാ തും ഉന്നെ ജാൻതാ ചാഹോഗെ, എന്താ നിനക്കത് അറിയണമെന്നുണ്ടോ. വിനയ്, ഹാം മൈം അവശ്യ ജാൻതാ ചാഹൂങ്ക, അതെ എനിക്ക് തീർച്ചയായിട്ടും അറിയണം. അമ്മ പറയണം, മാം തോ സുനോ, എനിക്ക് കേട്ടോളൂ. ഹമേശ ബെഡോങ്ക സമ്മാൻ കർണ ചാഹി, എപ്പോഴും മുതിർന്നവരെ ബഹുമാനിക്കണം, സമ്മാൻ കർണ ബഹുമാനിക്കുക. ഉൻസെ ആദരസൂചക ശബ്ദോമേം ബാത് കർണി ചാഹി, അവരോട് വളരെ റെസ്പെക്റ്റോട് കൂടിയ വാക്കുകൾ, റെസ്പെക്റ്റുള്ള വാക്കുകൾ മാത്രം ഉപയോഗിക്കണം. യദി വേ കോയി ऐसी बात कह दे जो अच्छी न लगे तो बड़ी युक्ति से उन्हें अपनी बात समझानी चाहिए. ഒരു പക്ഷേ എന്നാൽ വേ കോയി ഐസി ബാത്ത് കഹ്ദെ, അവരെന്തെങ്കിലും നമ്മോട് കഠോരമായ വാക്കുകൾ പറഞ്ഞാൽ, അച്ചിന്നല്ലേകെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, തോ പെടി യുക്തിസെ, വളരെ യുക്തിപൂർവം, ഉന്നെ അപ്പനി ബാത്ത് സമച്ചാനി ചാഹി, നിങ്ങൾ അവരെ നിങ്ങളുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത്, അവർ നമ്മോട് ചൂടായി നിൽക്കുകയാണ് അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയാണെങ്കിൽ കൂടി നിങ്ങൾ തിരിച്ച് ദേഷ്യപ്പെടാതെ അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. മിത്രോങ്കെ സാത്ത് ഭി പരസ്പർ വാർത്താലാപമേ കടാക്ഷ അഥവാ വ്യംഗ്യപൂർണ്ണ ഭാഷാ കാ പ്രയോഗ കഥാപി നഹീം കർണ ചാഹി.
സുഹൃത്തുക്കളോട് സംസാരിക്കുകയാണെങ്കിൽ കൂടി അവരുടെ സംസാരത്തിനിടയ്ക്ക് കടാക്ഷ് അഥവാ വ്യംഗ്യപൂർണ്ണ ഭാഷ, ചില നോട്ടങ്ങളും വ്യംഗ്യപൂർണ്ണ കളിയാക്കുന്ന രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിക്കാൻ പാടില്ല. വിനയ്, ഈ ആദരസൂചക ശബ്ദ കോൺ സേ ഹോത്തെ ഹേ? അമ്മ, ഈ ആദരസൂചക റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള വേർഡ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണമ്മ? അമ്മ പറയാണ്, ചോട്ടോങ്കോ തും കഹക്കർ അവർ ബെഡോങ്കോ ആപ് കഹക്കർ സംബോധിത കർണ ചാഹിയെ. ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ചോട്ടോങ്കോ ചെറിയവരെ, അതായത് നമ്മളെക്കാൾ പ്രായത്തിൽ താഴ്ന്നവരെ, തും കഹക്കർ ബോൾന ചാഹെ, തും കഹക്കർ, തും എന്ന് സംബോധന ചെയ്താൽ കുഴപ്പമില്ല. ഔർ ബെഡോങ്കോ മുതിർന്നവരെയാണെങ്കിലോ ആപ് കഹക്കർ സംബോധിത കർണ ചാഹെ, ആപ് എന്ന് താങ്കൾ എന്ന് സംബോധന ചെയ്യണം. जब भी कोई दो व्यक्ति आपस में बात कर रहे हो, എപ്പോഴെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ തോ അചാനക് ബീച്ച് മീൻ ചലാജാന, അപ്പോൾ അവരുടെ ഇടയ്ക്ക് ചെന്ന് കയറി. രണ്ട് വ്യക്തികൾ സംസാരിക്കുമ്പോൾ ഇടയിൽ സംസാരിക്കുക. ഉൻകി ബാത്തേൻ സുന്ന, രണ്ടുപേർ സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് അവർ സംസാരിക്കുന്ന എന്താണെന്ന് കേൾക്കുക. അവർ ബീച്ച് മീൻ പോലിന്, അവരുടെ സംസാരത്തിന് ഇടയിൽ കയറി സംസാരിക്കുക. ഇതെല്ലാം അശിഷ്ടതാഹേ, ബാഡാണ്. ഇതെല്ലാം നല്ല ഹാബിറ്റ് അല്ല. വിനയ്, അപ്പം വിനയന് വീണ്ടും ഡൗട്ട് വരികയാണ്. വിനയ്, മാം മേരെ കൈ മിത്ര അപ്പനെ നൗക്കരോം സെ ബഹുത്ത് ബുരി തരഹ് ബോൾത്തെ ഹെ. അമ്മ, എൻ്റെ ചില കൂട്ടുകാരുണ്ട്, അവരുടെ വീട്ടിലെ ജോലിക്കാരെ വളരെ മോശമായിട്ട് ബുരി തരഹ് ബോൾത്തെ ഹെ, മോശമായിട്ടാണ് പറയുന്നത്. മാം, യഹ് ബഹുത് ബുരി ബാത് ഹെ, അത് വളരെ മോശമായ കാര്യമാണ്. അപ്പം ഈ നൗക്കരും ഗോ സദാ പ്രസന്ന രഖന ചാഹി, നമ്മുടെ ജോലിക്കാരോട് നമ്മൾ എപ്പോഴും പ്ലസൻ്റായിട്ട് ഹാപ്പി ആയിട്ട് സംസാരിക്കണം. അവർ എപ്പോഴും അവരുടെ മുന്നിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം. മുന്നേ ഠാണ്ടന ചപട്ന നഹി ചാഹി, അവരോട് ആക്രോശിക്കാനും വഴക്ക് പറയാനും ഒന്നും പാടില്ല. വിനയ് വീണ്ടും ചോദിക്കുകയാണ്, മാം കൽ ചാച്ചാജി കാ മിത്ര ഉൻസെ നാരാജ് ക്യോം ഗയാഥ. അമ്മ, ഇന്നലെ നമ്മുടെ അപ്പൂപ്പൻ്റെ കൂട്ടുകാരൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അദ്ദേഹത്തോട് അപ്പൂപ്പ എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെട്ടത്? ചാച്ചാജി കാ മിത്ര ഉൻസെ, ചാച്ചാജിയുടെ കൂട്ടുകാരൻ അപ്പൂപ്പനോട് വളരെയധികം ദേഷ്യപ്പെടുന്നത് കണ്ടല്ലോ, അതെന്തിനാണ്? മാം, ബേട്ടാ ഇസ്മേ തുമാരെ ചാച്ചാജി കി ഹി ഗൽത്തി. മോനെ, അതിൽ നിൻ്റെ അപ്പൂപ്പൻ തന്നെയാണ് കുറ്റക്കാരൻ. ഏകത്തോ ഒന്നെന്ന് പറയുന്നത് വേ ബാർ ബാർ ആത്മപ്രശംസ കർ രഹേ ഥേ, അദ്ദേഹം എപ്പോഴും ബാർ കൂടെ ആത്മപ്രശംസ, സ്വയം പ്രശംസിച്ചു കൊണ്ടിരിക്കും. സ്വയം പ്രശംസിക്കുക എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഞാനാണ് വലിയ ആൾ, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നതാണ് ശരി, മറ്റുള്ളവരെല്ലാം മോശമാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതിനാണ് ആത്മപ്രശംസ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഉൻകി ബാത്ചീത് का ढंग ऐसा था जिसमें उनके मित्र को अपमान की झलक दिखाई दे रही थी. പിന്നെ നിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സംസാരത്തിൻ്റെ രീതി, ഠങ്ക് എന്ന് പറയുന്നത്, ഠങ്ക് മീൻസ് രീതി എന്ന് പറയുന്നത്, ഉൻകെ മിത്രക്കോ അപമാനിക്ക് ചലക്ക് ദിക്കായി, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ അപമാനിക്കുന്നതിനുള്ള ഒരു നിഴൽ വീണിട്ടുണ്ടായിരുന്നു. അതാ ഒരു രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. तुम्हारे चाचा जी अपने अधिकार के अभिमान में वो भूल गए थे कि वे अपने मित्र से बात कर रहे हैं. നിൻ്റെ അപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവിയാണ് എപ്പോഴും അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ സംസാരിക്കുന്ന എൻ്റെ കൂട്ടുകാരനാണ് എന്നുള്ള വസ്തുത അദ്ദേഹം മറന്നുപോയി. ഉന്നോനെ ഉന്നയിക്കുച്ച് കഠോര ശബ്ദ ഹി കഹ് ദിയേതി, അതുകൊണ്ടാണ് അദ്ദേഹം മുന്നിൽ നിൽക്കുന്ന കൂട്ടുകാരനാണെന്ന് മറന്നുകൊണ്ട് തൻ്റെ അധികാരത്തിൻ്റെ പദവി ഉപയോഗിച്ചാണ് ആ കൂട്ടുകാരനോട് സംസാരിച്ചത്. ഇസ് പ്രകാർ ഉൻകാ വ്യവഹാർ അശിഷ്ട ഹോ ഗയാ താ, ഇപ്രകാരമുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അശിഷ്ട ഹോ ഗയാ ഹേ, നല്ലതല്ല. വിനയ്, മാം ചാച്ചാജി തോ ഇത്തനെ ബഡേ ഹേ, അപ്പൂപ്പ ഇത്രയും വലുതല്ലേ? ഉന്നെ ഈ ബാത്തേ കിസിനെ നഹി സിഖായി, അദ്ദേഹത്തെ ആരും, ഈ അമ്മ എനിക്ക് പറഞ്ഞു തരുന്ന ഈ ഗുഡ് ഹാബിറ്റ്സ് ഒന്നും അപ്പൂപ്പനാരും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? മാ ബേട്ടാ बुद्धिमान मनुष्य तो ये सब बातें पढ़कर या सुनकर सीख जाते हैं. മോനെ, ബുദ്ധിമാന്മാരായ ആൾക്കാർക്ക് എല്ലാം
എല്ലാവരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവരെന്ത് ചെയ്യും? യേ സബ് ബാത്തേ പഠ്കർ യാ സുൻകർ സീഖ് ജാത്തേ ഹേ. അവർ വായിച്ചും കേട്ടും ഈ കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കും. ആരാണ് അങ്ങനെ മനസ്സിലാക്കുന്നത്? ബുദ്ധിയുള്ള ആൾക്കാർ. കോയി അപ്പനെ ഗുരുസെ സീഖ്താ ഹേ. ചിലർ തൻ്റെ അധ്യാപകരിൽ നിന്നും പഠിക്കും. കോയി അപ്പനെ മാതാപിതാസെ. ചിലരാണെങ്കിൽ തൻ്റെ അച്ഛനമ്മമാരിൽ നിന്നും പഠിക്കും. കിന്തു കുച്ച് ലോഗ് ऐसे होते हैं जो जानते हुए भी शिष्ट व्यवहार की इन बातों का ध्यान नहीं रखते. പക്ഷെ ചില ആൾക്കാരുണ്ട്, എങ്ങനെയുള്ളവരാണ്? ജാൻതേ ഹുയേ ഫി, അറിയാമായിരുന്നിട്ടും ശിഷ്ട വ്യവഹാർക്കി ഇൻ ബാത്തോം കാ ധ്യാൻ നഹീ രഖത്തെ. എന്താ? ഗുഡ് ഹാബിറ്റ്സ്, നല്ല പെരുമാറ്റത്തിൽ ശ്രദ്ധ ചെലുത്തുകയില്ല. ധ്യാൻ രഖിന, ശ്രദ്ധ ചെലുത്തുക. പിന്നെ അവരെന്താ ചെയ്യുന്നത്? അശിഷ്ട വ്യവഹാർ കർത്തേ ഹേ. ബാഡായിട്ടുള്ള, ചീത്തയായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് അവർ നടത്തുന്നത്. ഗുഡ് ബിഹേവിയർ അല്ലെങ്കിൽ എന്താ? ശിഷ്ട വ്യവഹാർ ഫൂൾക്കർ അശിഷ്ട വ്യവഹാർ കർത്തേ ഹേ. നല്ല പെരുമാറ്റം മറന്നിട്ട് നല്ലതല്ലാത്ത ചീത്ത പെരുമാറ്റത്തിലേക്ക് അവർ ഏർപ്പെടുന്നു. വിനയ്. അപ്പോൾ വീണ്ടും വിനയ് ചോദിക്കുകയാണ്, മാം മുझे കുച്ച് ഔർ ബാത്തേ ബതാവൂ. അമ്മ, എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരൂ. എന്ത് കാര്യങ്ങളാ? മൈ മുന്നേ സദാ യാദ് രഖൂംഗ. ഞാൻ എപ്പോഴും ഓർത്ത് വയ്ക്കാം. മൈം അശിഷ്ട നഹീം കഹലാന ചാഹത്ത. ഞാൻ എന്താണ്? അശിഷ്ടൻ, ഞാനൊരു കൊള്ളരുതാത്തവൻ അല്ലെങ്കിൽ ചീത്ത എന്നുള്ള പേര് കേൾക്കാൻ ഞാൻ നഹീം ചാഹത്ത, ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അമ്മ എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാമോ? അമ്മ എന്താ പറയുന്നത്? അമ്മ, बेटा मोने, जब तक बहुत की आवश्यक न हो किसी की जाति धर्म पेशा आदि नहीं पूछना चाहिए. മോനെ, എപ്പോഴാണോ ബഹുത്ഹി ആവശ്യം ഇന്നഹോ, വളരെ അത്യാവശ്യം ഇല്ല എങ്കിൽ, അതായത് ആവശ്യമില്ലാത്ത സമയത്ത്, കിസിക്ക് ജാതി, ആരുടെയും ജാതിയോ ധർമ്മം, മതം, പേശ, തൊഴിൽ ഒന്നും എന്ത് ചെയ്യരുത്? പൂച്ചന ചാഹിയെ ചോദിക്കരുത്. ആവശ്യമുള്ളിടത്ത് ചോദിക്കുക, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കയറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കരുത്. ജബ് കിസി സെ കോയി പ്രശ്ന പൂച്ചേ തോ പ്രശ്നോ കി ഛടി ലഗാന ഠീക്ക് നഹി. ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആ പറയുന്നത് വലിച്ചിഴച്ച് സംസാരിക്കാതിരിക്കുക. ജബ് കിസി സെ പൂച്ച് മാങ്കേ തോ കൃപയാ ശബ്ദ കാ പ്രयोग കരും. ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ കൃപയ, എക്സ്ക്യൂസ് മീ എന്നിങ്ങനെ പറഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സംസാരിക്കാനായിട്ട്. ജബ് കിസി സെ കുച്ച് ലോ അഥവാ കാം കരാവോ തോ ഉസ്കാ ധന്യവാദ് ആവശ്യകരം. ഇനി ആരെക്കൊണ്ടെങ്കിലും എന്തെങ്കിലും നമുക്ക് പ്രയോജനപ്പെടുത്തിയാൽ, നമുക്ക് എന്തെങ്കിലും ജോലി, എന്തെങ്കിലും പ്രവൃത്തി അവർ ചെയ്തു തന്നാൽ ഉസ്കാ ധന്യവാദ് ആവശ്യകരം, അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറയണം. ആപ്പസ്മേ ബാത്ചീത് കർത്തേ സമയം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് ക്രോധക്കോ അവശ്യ രോക്കിന ചാക്കി, ദേഷ്യം നിയന്ത്രിക്കണം. എന്താണ്? രണ്ടുപേര് കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ടുപേരിൽ കൂടുതൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഇടയ്ക്ക് ദേഷ്യം വന്നാൽ അത് പരമാവധി എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. ഈ ഹമാര സബ്സെ ബഡാ ശത്രു ഹെ. ഈ ക്രോധം എന്ന് പറയുന്നത് നമ്മുടെ വലിയ ഒരു ശത്രുവാണ്. യദി ക്രോധ് ഇന്ന രുക്കേ, എന്താണ്? ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തോ മൗനധാരൻ കർണാഹി ടീക്ക് ഹോത്താഹി. മൗനമായിരിക്കുക, ഒന്നും മിണ്ടാതെ ഇരിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. വിനയം ചോദിക്കുകയാണ്, മാം മേരാ മിത്ര സജീവ് ഹേ നാ, वो इतना रुक रुक कर बातें करता है कि मन उछट जाता है. क्या इस तरह का बात करना ठीक होता है? അപ്പോൾ നമ്മുടെ വിനയനൊരു ഡൗട്ട്, തൻ്റെ കൂട്ടുകാരനെ കുറിച്ചുള്ള ഡൗട്ടാണത്. അവൻ ചോദിക്കുകയാണ്, മാം മേരാ മിത്ര സജീവ് ഹേന. അമ്മ, എൻ്റെ കൂട്ടുകാരനായ സജീവില്ലേ? വഹിത്തന രുക് രുക്കർ ബാത്തി കർത്താഹേ. അവനിങ്ങനെ നിർത്തിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അവൻ്റെ സംസാരത്തിന് ഫ്ലുവൻസി ഒന്നുമില്ല. മൻ ഉച്ചട്ട് ചാത്താഹേ, മനസ്സങ്ങ് വെറുത്തു പോകും. ക്യാ ഇസ് തരഹ ബാത് കർണ ടീക്ക് ഹോത്താഹേ. ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ? എന്താ അമ്മ പറയുന്നത്? മാം നഹി ബേട്ട, നഹി മോനെ, അല്ല മോനെ. യഹ് ഠങ് ഠീക്ക് നഹി, ആ രീതി ശരിയല്ല. ഔർ ഹാം, പിന്നെയോ, ഇസ് ബാത്ത് കാഫി ധ്യാൻ രഖ്നാ ചാഹിയെ കി बोलने वाला बहुत देर तक अपनी ही बात न सुनता रहे.
എന്താണ്, നിങ്ങൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ബോൾനെ വാല ബഹുത്ത് ദേർ തക്ക്, സംസാരിക്കുന്നയാൾ വളരെ നേരം വരെ, ഒരുപാട് സമയം. അപ്പനെ ഹി ബാത്തിന് സുൻതാരഹേ, എന്താണ്, തൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കില്ല. എന്താണ്, പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾക്കുന്നവർ ഒരാളുടെ കാര്യം മാത്രം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കില്ല. ജിസെ ദൂസരോങ്കോ ബോൾനേക്ക മൗക്കാഫ് ഹി ന മിലെ അവർ വേ ഊബ് ചായ്, മറ്റുള്ളവർക്കും സംസാരിക്കാൻ അവസരം കൊടുത്തില്ല എങ്കിൽ വേ ഊബ് ചായ്, അവർ ഈർഷ്യരാകും, അസ്വസ്ഥരാകും. അരെ ഹാ, ഇവിടെ നോക്കൂ മോനെ, ഏക് ബാത് ഔർ ജോ തുമാരെ ലിയെ വിശേഷ മഹത്വപൂർണ്ണ ഹേ വഹ് തോ മൈ ബതാന ഹി ഫുൽ നഹി, അവരിൽ എന്തെങ്കിലും വിശിഷ്ടമായ കാര്യങ്ങളുണ്ടെങ്കിൽ എന്താണ്, വഹ് തോ മൈ ബതാന ഹി ഫുൽ ഹി, ഇങ്ങനെയുള്ള വിശിഷ്ടമായ കാര്യങ്ങൾ ഉണ്ട്. ഇതിൽ നിന്നോട് ഞാൻ പറയാനുള്ള ഒരു കാര്യം മറന്നുപോയി. എന്താണ്, തുമാരേലിയൊക്കെ വിശേഷ മഹത്വപൂർണ്ണ, നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ബഹുത്തോ മൈ ബതാന ഹി ഫൂൽ ഗൈ, ഞാനത് പറയാനായിട്ട് മറന്നു. പിന്നെ കോൻസി ബാത്മ, അതെന്താ അമ്മ? ബേട്ടാ ഗുരു കാ ആദർ കർണാ ചാഹി, അമ്മ പറഞ്ഞു കൊടുക്കണം, അമ്മോനെ അധ്യാപകരെ ബഹുമാനിക്കണം. उनकी प्रत्येक बात एकाग्र होकर ध्यान से सुनी चाहिए और अपने व्यवहार में ग्रहण करनी चाहिए. അവർ പറയുന്ന പ്രത്യേക കാര്യം, ഓരോ കാര്യങ്ങളും, പ്രത്യേക ബാത്ത് ഓരോ കാര്യങ്ങളും ഏകാഗ്ര ഹോക്കർ ധ്യാൻ രഖത്തെ, ഏകാഗ്രമായിട്ട് ശ്രദ്ധയോടെ കേട്ടിട്ട് സുന്നി ചാഹി കേൾക്കണം. ഔർ അപ്പനെ വ്യവഹാർമീൻ, തങ്ങളുടെ പെരുമാറ്റത്തിൽ ഗ്രഹൺ കർണി ചാഹിയെ, അത് ഉപയോഗിക്കുകയും വേണം. അധ്യാപകർ പറയുന്നതെല്ലാം കേൾക്കണം വളരെ ശ്രദ്ധയോടുകൂടി, പിന്നെ നമ്മുടെ പെരുമാറ്റത്തിൽ അത് ഉപയോഗിക്കുകയും വേണം. ഗുരുക്ക് നിന്ദ കഫി നഹി ചാഹി, ഗുരുക്കന്മാരെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. പിന്നെ ഹാ അമ്മ, അതേ അമ്മേ, നഹീന്തോ ഹം അച്ചി ബാത്തേ കൈസെ സീക്കെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ എങ്ങനെ പഠിക്കും? നല്ലതായ കാര്യങ്ങൾ നാം എങ്ങനെ പഠിക്കും? മാം एक बात और बेटा, ഇനി ഒരു കാര്യം കൂടുണ്ട് മോനെ. കഭി ഭി കിസി की कैसी भी वस्तु हो उनके अनुमति के बिना कभी न लो, ആരുടെയെങ്കിലും കിസി ഭി, എന്താണ്, കിസി की कैसी വസ്തു, ആരുടെയോ എങ്ങനെയോ എന്ത് വസ്തുവായിരുന്നാലും അനുമതിക്ക് ബിന കഫീനലോ, അനുമതി ഇല്ലാതെ എടുക്കാൻ പാടില്ല. അന്യരുടെ വസ്തുക്കൾ അവരുടെ അനുവാദമില്ലാതെ നാം എടുക്കാൻ പാടില്ല. അതാണ്. പിന്നെ ജി മാം, അതേ അമ്മ, അങ്ങനെ ചെയ്തോളാം അമ്മ. വീണ്ടും അമ്മ പറയാണ്, അപ്പം മൈ തുമേ ഏക അച്ഛൻ നാഗരിക് കെ വ്യവഹാർ കെ ബാരെ में बताती हूँ. अपने देश को सदा ऊंचा उठाने का प्रयत्न करना चाहिए. उसके लिए कुछ छोटी छोटी बातों पर ध्यान देना परम आवश्यक. ഇനി ഞാൻ നിന്നെ ഒരു നല്ല പൗരനാക്കാൻ, അച്ഛൻ നാഗരിക്, നല്ല ഒരു പൗരൻ ആക്കാനുള്ള വ്യവഹാർമേം കെ ബാരേമേം ബതാത്തിഹു, ഒരു നല്ല ഒരു പൗരൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പനെ ദേശക്കോ സദാ ഊഞ്ച ഉടാനേക്ക പ്രയത്ന കർണ, ഒരു നല്ല പൗരൻ എങ്ങനെയുള്ളവനായിരിക്കണം? തൻ്റെ രാജ്യത്തിനെ എപ്പോഴും എന്താണ്, ഉന്നതിയിലേക്ക് നയിക്കാൻ ഊഞ്ച ഉഠാനേക്ക പ്രയത്ന കർണ ചാഹി, പ്രയത്നിക്കുന്നവൻ ആയിരിക്കണം. उसके लिए कुछ छोटी छोटी बातों पर ध्यान देना परम आवश्यक. അപ്പം നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും ശ്രദ്ധ വയ്ക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒരു നല്ല സിറ്റിസൺ, നല്ല ഒരു പൗരനെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവനായിരിക്കണം. രാജ്യത്തിൻ്റെ ഓരോ ചെറിയ ഉയർച്ചയിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുന്നയാളും ആയിരിക്കണം. വിനയം. ഓക്കെ അമ്മ, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞാൽ? രാജ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അതെന്താണ്? അപ്പം അമ്മ പറയാണ്, അപ്പനെ ദേശക്ക് കഫി നിന്ദാന കരോ, നമ്മുടെ ദേശത്തെ ഒരിക്കലും, നമ്മുടെ രാജ്യത്തെ ഒരിക്കലും നിന്ദിക്കരുത്, കുറ്റം പറയരുത്. ഖർക്ക കൂട സടക്ക് ഫർ ഫേങ്ക് കർ ഉന്നെ ഗന്ധാ മത് കരോ, എന്താണ്, നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടം ഗന്ധാ മത് കരു, എന്താ, മാലിന്യമുള്ളതാക്കരുത്. ജഗഹ് ജഗഹ് ഥൂക്കോ മത്, പലയിടങ്ങളിൽ പോകുന്ന വഴിക്കൊക്കെ ഥൂക്കോ മത്,
തുപ്പരുത്, അവിടെയും ഇവിടെയും തുപ്പിയിടരുത്. കിസി വസ്തുക്കോ അനാവശ്യക തോടിന ഫോടിന നഹീം ചാഹി. ഒരു വസ്തുക്കൾ അനാവശ്യമായി പൊട്ടിക്കാൻ പാടില്ല. തോടിന ഫോടിന പൊട്ടിച്ച് കളയുക. ഈ സബ് ബാത്തേം ഹേ, ഇതെല്ലാം എന്താണ്, അറിയേണ്ട കാര്യങ്ങളാണ്. തോ ചോട്ടി ചോട്ടി ഹിന്ദുവിനെ ധ്യാൻ മേ രഖ്നെ സെ മനുഷ്യ ശിഷ്ട കഹലാത്ത. ഇതെല്ലാം ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഇത് ധ്യാൻ മേ രഖോ, ഇത് ശ്രദ്ധയിൽ വയ്ക്കണം. ഇതെല്ലാം എന്താണ്, മനുഷ്യ ശിഷ്ട കഹലാത്തെ, നല്ല മനുഷ്യൻ്റെ, ഒരു നല്ല മനുഷ്യനാണെന്ന് പറയിപ്പിക്കുന്നതിൻ്റെ ഗുണങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം. എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ നിന്ദിക്കരുത്, പിന്നെ എന്താണ്, നമ്മുടെ റോഡുകളിൽ ചപ്പുചവറുകൾ വലിച്ചെറിയരുത്, അവിടെയും ഇവിടെയും തുപ്പരുത്, പിന്നെ ആവശ്യമില്ലാതെ സാധനങ്ങൾ വലിച്ചെറിയരുത്. ഈ വക കാര്യങ്ങളൊന്നും നല്ല കുട്ടികൾ ചെയ്യാൻ പാടില്ല. ओके, ऐसा व्यक्ति स्वयं भी सुखी रहता है तथा औरों को भी സുഖ പഹുഞ്ചാത്ത. നല്ല വ്യക്തികൾ എങ്ങനെയായിരിക്കും? നമ്മൾ സുഖമായിരിക്കും, മറ്റുള്ളവരും സുഖമായിരിക്കാനായിട്ട് ശ്രമിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവരെയും സുഖത്തിലെത്തിക്കാനായിട്ട് ശ്രമിക്കുന്നവൻ ആയിരിക്കും. നമ്മെപ്പോലെ മറ്റുള്ളവരെയും നല്ലവരാക്കാൻ ശ്രമിക്കുന്നവരാണ് ഒരു നല്ല സിറ്റിസൺ, അച്ഛ നാഗരിക് എന്ന് പറയുന്നത്. അപ്പം വിനയ് പറയാണ്, മാം മൈ പ്രതിജ്ഞാലേത്താഹും, അമ്മ ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു, ഞാൻ സത്യം ചെയ്യുന്നു. എന്താണ്? ആപ്കി പതായി ഹുയി സബ് ബാത്തോം കോ സത്താ വ്യവഹാർ മേ ലാനെ കോ പ്രയത്ന കരുക. ഞാൻ അമ്മ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളെല്ലാം എപ്പോഴും ഞാൻ വ്യവഹാർമേ ലാനെ, ഞാൻ എൻ്റെ പെരുമാറ്റത്തിൽ കൊണ്ടുവരാനായിട്ട് പ്രയത്ന കരുക, ഞാൻ പ്രയത്നിക്കും. അപ്പം വിനയ് ഒരു നല്ല കുട്ടിയാണ്. അമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവൻ അനുസരിച്ച് കൊള്ളാമെന്ന് അമ്മയോട് അവൻ പ്രോമിസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കുട്ടികളും സമൂഹത്തിൽ പാലിക്കേണ്ട നല്ല ഗുണങ്ങൾ. ഇതെല്ലാം എല്ലാ കുട്ടികളും എപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഓൾ ബട്ടൺ അമർത്തണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ നമുക്ക് നിർത്താം. താങ്ക് യു.